ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. നീ ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണല്ലോ, ആ അല്ലാഹു ഏകനാണെന്നല്ലേ നീ പറയുന്നത്? ആ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ ആ ദൈവം സംരക്ഷിക്കുമെങ്കിൽ ആ അല്ലാഹുവിനെ വിളിച്ചു നീയൊന്നീ തീയിൽ നിന്റെ കൈവെക്കാമോ? ഖാജാതങ്ങളതാ ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെയും എടുത്ത് ഈ തീയിലങ്ങു ചാടി. ഖാജാതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീനെ തണുപ്പാക്കുകയാണ്. ആ സമയത്ത് ആ ഒരു നിമിഷം കണ്ട് അനേകായിരം ആളുകൾ പരിശുദ്ധമായ മതത്തിലേക്ക് വരികയാണ്. മഹാനരായ ഖാജാതങ്ങളുടെ സമീപത്തേക്ക് ഒരിക്കൽ തീയിനെ ആരാധിക്കുന്ന ആളുകൾ വന്നു. ഖാജാതങ്ങൾ എല്ലാവരെയും നന്നായി ബഹുമാനിക്കുന്ന ആളാണ്, ഒരാളോടും ശത്രുതാപരമായി പെരുമാറില്ല. ഇന്നും അജ്മീർ ദർഗയിൽ പോയവർക്കറിയാം, അവിടെ ലോകത്തിന്റെ വിവിധങ്ങളിൽ നിന്ന് നാനാജാതി ആളുകളുണ്ട്. അവർക്കെല്ലാം ഖാജാതങ്ങൾ അഭയമാണ്. അങ്ങനെ ഒരിക്കൽ തന്റെ കൂട്ടുകാരിൽപ്പെട്ട പലരും തീയിനെ ആരാധിക്കുമ്പോൾ ഖാജാതങ്ങൾ അവരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് തീയിനെ ആരാധിക്കുന്നത്? നിങ്ങൾ ആരാധ്യനല്ലേ തീയെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ആ തീയിലേക്ക് നിങ്ങളെ കൈകൾ വെക്കുമോ? നിങ്ങൾക്ക് തീ ദൈവമാണെങ്കിൽ ആ തീയെ നിങ്ങളെ സംരക്ഷിക്കാൻ തീയിന് കഴിയുമല്ലോ. ഞാനൊന്ന് നോക്കട്ടെ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ കൈ തീയിൽ വെക്കാമോ? ആ തീയിനെ ആരാധിക്കുന്ന ആളുകൾ പോലും പറഞ്ഞു, ഞങ്ങൾക്കു കഴിയില്ല. ഖാജാതങ്ങൾ പുഞ്ചിരിച്ചു. അപ്പൊ തിരിച്ച് തീ ആരാധകർ ഇങ്ങോട്ടൊരു ചോദ്യം, നീ ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണല്ലോ, ആ അല്ലാഹു ഏകനാണെന്നല്ലേ നീ പറയുന്നത്? ആ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ ആ ദൈവം സംരക്ഷിക്കുമെങ്കിൽ ആ അല്ലാഹുവിനെ വിളിച്ചു നീയൊന്നീ തീയിൽ നിന്റെ കൈവെക്കാമോ? ഖാജാതങ്ങളതാ ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെയും എടുത്ത് ഈ തീയിലങ്ങു ചാടി. അവരെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെയും പിടിച്ച് ഖാജാതങ്ങൾ തീയിലങ്ങ് ചാടി. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുഅ്ജിസത്തിന്റെ കരങ്ങൾ കൊണ്ട് അല്ലാഹു തീയെ തണുപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തീയെ തണുപ്പും സമാധാനവുമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഖാജാതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീനെ തണുപ്പാക്കുകയാണ്. ആ സമയത്ത് ആ ഒരു നിമിഷം കണ്ട് അനേകായിരം ആളുകൾ പരിശുദ്ധമായ മതത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങളെ ദർബാറിലേക്ക് എന്ത് ഉദ്ദേശം വെച്ചാണോ പോകുന്നത്, ആ ഉദ്ദേശം മഹാനവറുകളെ സഫലീകരിച്ചു തരും, ഉറപ്പാണ്. മഹാനവറുകളുടെ നിയന്ത്രണം അത്രയും വലുതാണ്. ഏതു പ്രയാസഘട്ടങ്ങളിലും മഹാനരായ ഖാജാതങ്ങളെ ലക്ഷ്യം വെച്ച് അജ്മീറിലെത്തിയാൽ ആ പ്രയാസങ്ങൾക്കെല്ലാം മഹാനവറുകൾ അവിടുന്ന് ശമനം തന്നിട്ടുണ്ട്, പ്രതിവിധി കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നും അജ്മീറിൽ ജീവിക്കുന്ന ഒരുപാട് ഫക്കീറുകൾക്ക് അവർക്കെല്ലാം അവരെന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അജ്മീർ ഖാജയിൽ നിന്ന് അവർ അനുഭവിച്ച വ്യക്തമായ കറാമത്തിന്റെ പിൻഫലത്തിലാണ് അവർ പലരും അവിടെ സേവനത്തിനു മാത്രം ഒരുങ്ങിയിരിക്കുന്നത്. എത്രയെത്ര ആളുകളാണ്.
സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മദദ് നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരുടെ ജീവിതം ആ രൂപത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനരായ ഖാജാ തങ്ങളെ ദർബാറിലേക്കാണ് ഒരിക്കൽ ഔറംഗസീബ് റഹിമത്തുള്ളാഹി അലൈഹി സിയാറ ചെയ്യാൻ വരുന്നത്. സിയാറ ചെയ്യാൻ വന്ന സമയം മഹാനരായ ഖാജാ തങ്ങളെ ദർബാറിന്റെ വഴിയുടെ സമീപത്ത് ഒരു കന്ധനായ മനുഷ്യൻ ഇരിക്കുന്നു, ദുആ ചെയ്യുന്നു. ഈ അന്ധനായ മനുഷ്യൻ ദുആ ചെയ്യുന്നത്, റബ്ബേ എന്റെ കണ്ണിന്റെ കാഴ്ച നീ ഒന്ന് തിരിച്ചു തരണേ അല്ലാഹ്, എന്റെ കണ്ണിന്റെ കാഴ്ച നീ ഒന്ന് തിരിച്ചു തരണേ അല്ലാഹ്. ആ മനുഷ്യൻ ഒരുപാട് തവണ ഇതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് മഹാനരായ ഔറംഗസീബ് തങ്ങൾ കേൾക്കാണ്. ഔറംഗസീബ് തങ്ങൾ ഈ കണ്ണുവൊട്ടനോട് ചോദിക്കാണ്, എന്തേ നീ എത്ര കാലമായി പ്രാർത്ഥന നിർവഹിക്കാൻ തുടങ്ങിയിട്ട്? അന്ധൻ പറഞ്ഞു, ഞാൻ വർഷങ്ങളായി ഇവിടെ വന്ന് ദുആ ചെയ്യുന്നു. ആ സമയം ഔറംഗസീബ് ചോദിച്ചു, വർഷങ്ങളായി ദുആ ചെയ്തിട്ടും നിനക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടിയില്ലേ? ആ സമയം ഔറംഗസീബ് തങ്ങൾ ഈ അന്ധനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ അവിടെ പോയി ഒന്ന് സിയാറത്ത് ചെയ്തു വരും. ആ സിയാറത്ത് ചെയ്തു വരുമ്പോഴേക്കും നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് കൊല്ലും എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ കണ്ണുപൊട്ടന് പേടിയായി. റബ്ബേ, ആ സമയം ഈ മനുഷ്യൻ ആ കരഞ്ഞുകൊണ്ട് ഹാജിയുടെ മുന്നിൽ വന്ന് ദുആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഔറംഗസീബ് തങ്ങൾ സിയാറ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഈ കണ്ണുപൊട്ടന്റെ രണ്ട് കണ്ണിനും അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുത്തു. അപ്പൊ ഔറംഗസീബ് തങ്ങൾ തിരിച്ചു വരുമ്പോ ഈ മനുഷ്യന്റെ കണ്ണിന് കാഴ്ച കിട്ടിയത് ഇങ്ങനെ കണ്ടപ്പോ ഔറംഗസീബ് തങ്ങൾ പറയാണ്, ഇജ്ജ് വർഷങ്ങളോളം ഇവിടെ വന്ന് ദുആ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കിട്ടണം എന്നൊരു ലക്ഷ്യത്തിലല്ല പലപ്പോഴും നിന്റെ ദുആ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നത്. ഇപ്പൊ ഞാൻ എന്നെ കൊല്ലുന്നു പറഞ്ഞപ്പോ ജീവന് ഭീഷണിയാണ്, ഇനി കിട്ടിയേ മതിയാകൂ എന്ന ഒരു ചിന്തയിൽ വന്നപ്പോ നിങ്ങൾ നോക്ക്, നിനക്കല്ലാഹു കാഴ്ച തിരിച്ചു തന്നില്ലേ എന്ന് പറഞ്ഞു വന്നാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് അഭയമാണ്. അവരോട് പറഞ്ഞാൽ, അവരോട് ഇടതേടിയാൽ അല്ലാഹു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ലേ? അല്ലാഹു ഈ മഹാന്മാരുടെ മദതും പൊരുത്തവും നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ വേഷവിധാനങ്ങളല്ല അവരുടെ അളവ് പോലുള്ളത്.